എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പച്ചരി കൊണ്ട് എങ്ങനെ ഒരു സൂപ്പർ ബിരിയാണി ഉണ്ടാക്കാമെന്ന റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇങ്ങനെ പച്ചരി കൊണ്ടുള്ള ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ പച്ചരി നല്ലോണം ഒന്ന് വൃത്തിയാക്കി വെക്കണം. നല്ല കണ്ടേ ഒന്ന് പെറുക്കി റെഡിയാക്കി വെക്കുക. പിന്നെ അത് വേവിക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക. അത് അടുപ്പമിൽ വെച്ച് തിളപ്പിക്കുക. തിളപ്പിച്ച് അരിയിട്ട് ഊറ്റിയെടുക്കുന്ന ചോറാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത്. അതിലേക്ക് ആ വെള്ളത്തിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ 3-4 ഗ്രാമ്പു, 4-5 ഏലക്കായ എല്ലാം കൂടിയിട്ട് കുറച്ച് ഉപ്പും കൂടിയിട്ട് വെള്ളം തിളപ്പിക്കുക. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി അതിൽ ഒഴിച്ച് കൊടുക്കുക. ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചോറ് ഊറ്റിയെടുത്താൽ പ്രത്യേകിച്ച് പച്ചരി ആയതുകൊണ്ട് അതിൻ്റെ സ്റ്റാർച്ച് ഒന്നും ഇല്ലാതെ ഒട്ടിപ്പിടിക്കാതെ നല്ല ചോറായിട്ട് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പച്ചരി വറ്റിച്ചെടുത്താൽ നല്ല ഒരു ഒട്ടിപ്പിടിക്കലായിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. പിന്നെ അരി കഴുകി ഊറ്റി വെച്ചിരുന്ന ഞാൻ പുതിർത്തി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അന്നപ്പം തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിൻ്റെ വെള്ളം കളഞ്ഞതിന് ശേഷം തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്കിട്ട് മൂടി വെക്കുക. ഒരു 90% വേവാവുന്നത് വരെ വേവിച്ചാൽ മതി. അല്ലാതെ വെന്ത് ചീഞ്ഞു പോയാൽ ചോറ് നന്നാവില്ല, ബിരിയാണി നന്നാവില്ല. അപ്പോഴേക്ക് നമ്മൾ അതിന് വേണ്ട മസാല തയ്യാറാക്കാം. ഈ ബിരിയാണി ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഇഡ്ഡലി ചെമ്പിലാണ്. ഇഡ്ഡലി ചെമ്പിൽ ഉണ്ടാക്കിയ നല്ല അടപ്പായതുകൊണ്ട് മൂടിയായതുകൊണ്ട് നല്ലോണം മൂടി നിൽക്കുന്നത് കൊണ്ട് അതിൻ്റെ മണമൊന്നും എങ്ങോട്ടും പോവുകയല്ല. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ബിരിയാണി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ഇഡ്ഡലി ചെമ്പിൽ ഉണ്ടാക്കിയാൽ അതിനുവേണ്ടി ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നേരത്തെ നൈസായിട്ട് അരിഞ്ഞു വെച്ച 4-5 വലിയുള്ളി എടുത്തിട്ടുണ്ട്. മസാലയ്ക്ക് ആവശ്യമായ വലിയുള്ളി. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അത് വഴന്ന് വരുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് കുറച്ച് 4-5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 4-5 പച്ചമുളക് എല്ലാം കൂടി ചതച്ച് വെച്ചിരുന്നു. അത് ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് വേണ്ട മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഇടയിൽ നമ്മുടെ ചോറ് വെന്തിട്ടുണ്ടോ നോക്കാം. ഇനി ചോറ് വെന്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഊറ്റിയെടുക്കാം. കണ്ടില്ലേ, നല്ല ചോറായിട്ടുണ്ട്. ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഇനി ഇതിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തക്കാളി മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തതാണ്. ഇനി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതൊന്ന് വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തത്. പിന്നെ അതിലേക്ക് വേണ്ട മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയും, ഒരു 3/4 ടീസ്പൂൺ ബിരിയാണി മസാലയാണ് ഞാൻ ചേർത്തത്. ഇനി അതൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ നേരത്തെ കഴുകി റെഡിയാക്കി വെച്ച 1 കിലോ ചിക്കനാണിത്. അതൊന്ന് ഇതിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇഡ്ഡലി ചെമ്പ് മൂടി വെച്ച് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിന് വേണ്ട ദമ്മിടാനുള്ള ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ച് അത് ഫ്രൈ ആവുമ്പോൾ അത് കോരിയെടുത്തതിന് ശേഷം ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മൾ
കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി മൂപ്പിച്ചെടുക്കാം. അത് ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അതിന് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ അതും കൂടി കോരിയെടുത്ത് നമുക്ക് നമ്മുടെ ബിരിയാണി ദമ്മിടാം. ഇനി നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതിലെ വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ വെന്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം. ചിക്കനൊക്കെ നല്ല വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. ഒരു കയ്യിൽ തൈരാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്, പുതിന ചെറുതായി നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ദം ചെയ്യാം. അതിനുവേണ്ടി ഒരു ചെറിയ കഷ്ണം വാഴയിലെടുത്ത് അതിൻ്റെ മുകളിലാണ് നമ്മൾ ചോറ് ലെയർ ചെയ്ത് വെക്കുന്നത്. ഇല ചെറിയ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കണം. അതിൻ്റെ ആവിയൊക്കെ മുകളിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ, ചോറ് നല്ല പെർഫെക്റ്റ് ചോറായിട്ടുണ്ട്. കുറച്ച് ചോറിട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി, കുറച്ച് മല്ലിച്ചപ്പ്, പുതിന. ഈ സമയത്ത് കുറച്ച് ബിരിയാണി മസാല ചേർക്കുന്നത് നല്ലതാണ്. ഞാനിവിടെ ചേർത്തിട്ടില്ല. ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ അതിൻ്റെ ഒരു കളറ് കിട്ടൂല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചേർക്കാതിരുന്നത്. അത് ചേർത്ത് കൊടുത്താലാണ് ചോറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിന് കളറിന് വേണ്ടി ഞാനിവിടെ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കി ഒഴിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളറ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് കളറ് ആഡ് ചെയ്യാം. മഞ്ഞ കളറ് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ഓരോ ലെയറായി ചെയ്യുക. ഏറ്റവും മുകളിൽ അണ്ടിപ്പരിപ്പ് ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം വരുന്ന രൂപത്തിൽ വെക്കുക. എന്നിട്ട് നല്ലോണം ഇഡ്ഡലി ചെമ്പിൻ്റെ മൂടി കൊണ്ട് അടച്ച് വെക്കുക. ചെറിയ തീയിലിട്ട് ദം ചെയ്ത് എടുക്കുക. അങ്ങനെ ഒരു 15-20 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് തുറന്ന് സെർവ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു 3 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇനി നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും മതി. ഇതുവരെ നമ്മൾ എണ്ണയൊന്നും ഇതിൽ ഉപയോഗിച്ചിട്ടില്ലല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഏറ്റവും മുകളിൽ നെയ്യ് ഇട്ട് കൊടുക്കുന്നത്. പശു നെയ്യാണ്. അപ്പോൾ 15 മിനിറ്റിന് ശേഷം നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ബസ്മതി അരിൻ്റെ ചോറ് പോലെ തന്നെ ഇരിക്കുന്ന ഒരു ബിരിയാണിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി ഈ ചോറ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും.